നവീൻദാസ് സത്യങ്ങളൊക്കെ സച്ചിയോട് പറഞ്ഞാണോ? അതൊന്നും എനിക്കറിയില്ല. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം. നീ കരുതിയിരിക്കണം ശ്രുതി. നീ ഇങ്ങോട്ട് വന്നേ. ശ്രുതി, എനിക്ക് വിശക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല. നീ ഇരുന്നേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പൊ ആ നവീൻദാസ് സച്ചിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ? വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. സച്ചിയേട്ടൻ വരട്ടെ. അവന് പോരോ? ആ വരുമെന്ന് പറഞ്ഞായിരുന്നു. രേവതി മോളെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. കൊള്ളാം മോളെ. വെള്ളയപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയുന്നേ? സച്ചിയേട്ടന്റെ ഇഷ്ടം, അതുകൊണ്ടാ ഉണ്ടാക്കിയേ. അവന്റെ ഇഷ്ടമുള്ള ഞങ്ങൾ എല്ലാരും കഴിക്കണോ? അതെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണം. ഇവിടെ ആരും നിർബന്ധിച്ചില്ല. ഓ, അപ്പൊ ഞാൻ പട്ടിണി എടുക്കണമെന്നാണോ? അത് തൊണ്ടേന്ന് ഇറങ്ങട്ടെ. ഒരു മസാല ആയിരുന്നല്ലോ കെട്ടിയതിന് ഇഷ്ടം. എപ്പോഴാണോ അവൻ മാറ്റി പിടിച്ചത്? ഇതും അദ്ദേഹത്തിന് ഇഷ്ട. വെള്ളം കുടിക്കും. തൊണ്ടേന്ന് ഇറങ്ങട്ടെ. ഈ പറയുന്ന പോലെ ഒന്നല്ല, ഒരു ടേസ്റ്റും ഇല്ല. കറിക്ക് ഉപ്പും കൂടുതലാ. ഉപ്പ് കറക്റ്റ് ആണല്ലോ. വെള്ളയപ്പം നിന്റെ സോഫ്റ്റാ. അയ്യോ, അമ്മ പറഞ്ഞത് ശരിയാ. ഉപ്പ് ലേശം കുറവാ. ഉപ്പ് കൂടുതലാണെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഓ, അപ്പൊ ഉപ്പ് കൂടുതലാ. മൂന്നാലിനടുത്ത് പ്ലേറ്റിലിട്ടുണ്ടല്ലോ. മിണ്ടാതിരുന്ന് വിഴുങ്ങിയിട്ട് പോണ എഴുതേറ്റ്. അമ്മയെ മോനെ ഒരു അച്ഛനാ വളർത്തിരിക്കുന്നത്. എന്താടി മോളെ ശ്രുതി, നീ എന്താ ഭക്ഷണം കഴിക്കത്തെ? എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? കഴിക്കും. ഒന്നുമില്ല ആന്റി, പെട്ടെന്ന് അച്ഛനെ കുറിച്ച് ഓർത്തുപോയി, അതുകൊണ്ടാ. ഓ, അതാണോ? പാവം. വിഷമിക്കാതിരിക്കും മോളെ. അദ്ദേഹം പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിക്കും ശ്രുതി. അച്ഛനെ കൊടുത്തിരുന്ന വെള്ളയപ്പം നടത്തുവോ? അച്ഛാ ഒരെണ്ണം കൂടി എടുക്കട്ടെ. വേണ്ട മോളെ, മതി. ഏത്? ആ വന്നോ, ഞാനിപ്പോ എടുക്കാം. ഒരു മിനിറ്റ് വെയിറ്റ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത് അവരോടാ. ഇവന് കത്ത് കൊടുത്തു വിടുന്ന ഞാനാണെന്ന് പറഞ്ഞല്ലോ. ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കിട്ടും. ചെയ്യാത്ത കുറ്റം ഇപ്പോഴും എനിക്ക് നിന്നെ തന്നെയാണ് ഡൗട്ട്. അന്ന് നിനക്ക് എന്നെ അടി കിട്ടിയില്ലല്ലോ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. എടാ, നീ അല്ലാതെ വേറെ ആരിത് ചെയ്യാനാ? ഇവന് കത്ത് കൊടുത്തു വിടുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു നീ? അതെ അച്ഛാ, ഇവൻ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി ഞാൻ അന്വേഷിച്ചു. ഞാനാണ് ഇവന് കത്ത് കൊടുത്തു വിടുന്നതെന്ന് പറഞ്ഞ സ്വാമിയെ കുറെ പേര് ചേർന്ന് കൈകാര്യം ചെയ്യുന്ന വീഡിയോ ക്ഷേത്രത്തിന്റെ മാനേജറെ എന്നെ കാണിച്ചു. അവൻ ശരിക്കും സ്വാമിയല്ല, സ്വാമി വേഷം കെട്ടിയ ഫ്രോഡാ. അത് മനസ്സിലാക്കിയ ആൾക്കാര് അവനെ കൈകാര്യം ചെയ്ത് ഓടിച്ചു. ആ വീഡിയോ കണ്ടപ്പോ വേഷം കെട്ടിയ അവനെ എനിക്ക് മനസ്സിലായി. അവൻ ഒന്ന് രണ്ട് തവണ എന്റെ ഇത് വാങ്ങിച്ചവനാ. അല്ല, നിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? അച്ഛനും അമ്മയായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ചന്ദ്ര, നീ വായടക്ക്. മോൻ പറയടാ. സുധിയുടെ കല്യാണ ദിവസം ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. അവനെന്റെ കാറിൽ കയറിയായിരുന്നു. ഏതോ ഒരു പെണ്ണിനെ വിളിച്ച് മോശമായിട്ട് സംസാരിക്കും അവളെ വിരട്ടുമൊക്കെ ചെയ്തിരുന്നു. ഞാൻ അവനെ കാറി നിറക്കി നന്നായിട്ട് അങ്ങ് കൈകാര്യം ചെയ്തു. അന്ന് അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് ഇക്കാര്യം അന്വേഷിക്കാൻ പോലീസ് നമ്മുടെ വീട്ടിലൊക്കെ വന്നിരുന്നില്ലേ? കറക്റ്റ്. നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അവൻ തന്നെ. അന്ന് അവൻ ആക്സിഡന്റ് പറ്റി കുറച്ചു കാലം കോമയിലൊക്കെ ആയിരുന്നു. ഒരു 2 മാസം മുമ്പ് വീണ്ടും ഞാൻ അവനെ കണ്ടു. ഒരു വയസ്സായ അമ്മ ഇടിച്ചിട്ട് ബൈക്ക് നിർത്താതെ ഓടിച്ചുപോയി. അന്ന് ഞാൻ അവനെ പുറകെ പിടിച്ച് 2 കൊടുത്തായിരുന്നു. പോലീസിൽ ഏൽപ്പിച്ചു. കുറച്ചാൾ അവൻ ജയിലിലായിരുന്നു. അപ്പോ ആന്റണി അല്ല അവനെ പോലീസിൽ ഏൽപ്പിച്ചത്, അവൻ കള്ളം പറഞ്ഞതാ, റാസ്കൽ. അപ്പോ നിന്നോട് അവന് ശത്രുതയുണ്ട്. അതുകൊണ്ടാ സുധിയെ ലെറ്റർ കൊടുത്ത് പേടിപ്പിച്ചത്. അങ്ങനെ കൊടുക്കം ലെറ്റർ കൊടുത്തു വിടുന്നവനെയും അത് കൊടുത്തു വിടാനുള്ള കാരണവും കണ്ടെത്തി. എടാ, നീ കാരണം എനിക്ക് എപ്പോഴും പ്രശ്നമാണ്. എന്നെ നീ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഞാൻ കാരണം നിനക്കല്ല പ്രശ്നം, നീ കാരണം എനിക്കാ പ്രശ്നം. ഈ വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റ. അച്ഛാ, സച്ചേട്ടനോട് അദ്ദേഹത്തിന് ശത്രുത ഉണ്ടാവാം. അതിന് സച്ചേട്ടന്റെ ഏട്ടന് തന്നെ ലെറ്റർ കൊടുക്കുന്നത് എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത്. അവനെ ഞാൻ അടിച്ചിട്ടുണ്ട്, പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനവനെ ഓട്ടക്കാരൻ എന്തിനാ പേടിപ്പിക്കുന്നത്? നിനക്ക് അവനെ മുന്നേ അറിയൂ? അവനെ നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ മുമ്പ് എവിടെയോ കണ്ടതുപോലെ തോന്നി. ശ്രുതി, നിനക്ക് എങ്ങനെ തോന്നിയായിരുന്നു? നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അയാളെ? ഇല്ലില്ല, നമ്മളവനെ എവിടെയും വെച്ച് കണ്ടിട്ടില്ല. എനിക്കങ്ങനെ ഒരു ഓർമ്മയില്ല. എന്തായാലും ഞാൻ അവനെ തല്ലിയതുകൊണ്ടല്ല ഇവന് ലെറ്റർ കൊടുത്തു വിട്ടത്. അതിന് പിന്നിൽ വേറെന്തോ കാരണമുണ്ട്. വേറെന്തോ കാരണം? അവൻ എന്റെ കയ്യിൽ കിട്ടും, അപ്പൊ ഞാൻ ചോദിച്ചോളാം. ആളെന്തായാലും മനസ്സിലായല്ലോ. ഞാൻ എന്റെ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പോക്കും. 2 നാളിലെ ഇടി കൊടുത്താൽ അവൻ പറയും എന്തിനാ ഈ ഓട്ടക്കാരന് ലെറ്റർ കൊടുത്തോട്ടാന്ന്. നിങ്ങൾ 2 ഫ്രോഡുകളിൽ ആരാ തെറ്റ് ചെയ്തെന്നും ഇങ്ങനെ ലെറ്റർ എഴുതി പേടിപ്പിക്കാനുള്ള കാരണം കാണുന്നു അവൻ തന്നെ പറയും. അവനെ കൊണ്ടേ ഞാൻ പറയിപ്പിക്കും. അമ്മേ, അമ്മേ, മക്കളെ, ഞാൻ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ഇരിക്കും മക്കളെ, ഇരിക്കും. അമ്മയുടെ മുട്ടുവേനെങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് വരും പോകും. അതൊന്നും ഞാൻ ഗവനിക്കാറില്ല. ഇപ്പൊ കുറവുണ്ട്. എനിക്ക് കാലില് സുഖമില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് വന്നതാണോ? അതെ, അമ്മ റെസ്റ്റ് എടുക്കേണ്ട സമയമായി. ഇനിയിപ്പോ ജോലിക്കൊന്നും പോകണ്ട, ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഏയ്, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല മോനെ. പോകുന്ന കാലത്തോളം പോട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരത്തെ, നീ എന്താണ് വന്നത്? കുറച്ചു മുമ്പല്ലേ നീ കോളേജിലേക്ക് പറഞ്ഞു പോയത്? എന്താടാ, നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ? ഇല്ല, എനിക്ക് ക്ലാസ്സിലിരിക്കാൻ തോന്നിയില്ല. ഇവന് എന്ത് പറ്റി? നീ ക്ലാസ് കിട്ടിയത് വന്നതാണോ? കുറച്ചു നാള് മര്യാദയ്ക്ക് ക്ലാസ്സിലിരുന്നതാ, പിന്നെയും തുടങ്ങിയോ? പരീക്ഷ എടുത്തില്ലേടാ? ക്ലാസ്സിലിരിക്കാതിരുന്നാൽ എങ്ങനെയാ? എന്തിനാ ക്ലാസ് ഇരിക്കുന്നത്? എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല. എടാ, എക്സാം എഴുതാൻ പറ്റില്ലെന്നോ? എടാ, എന്തുകൊണ്ടാ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന് പറയുന്നത്? നീ ദിവസം ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ലെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. പ്രിൻസിപ്പൽ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, നീ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പലരും പിടിച്ച് തള്ളിയോ? അത് എടാ പറയടാ. എനിക്ക് അറ്റൻഡൻസ് ഇല്ല, അതുകൊണ്ട് പ്രിൻസിപ്പൾ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്ങനെ അറ്റൻഡൻസ് ഉണ്ടാവാനാ? കുറെ കാലം നേരം വേണം. കോളേജിൽ പോലും പോയില്ലല്ലോ. ആന്റണിയുടെ കൂടെ കറങ്ങി നടക്കല്ലായിരുന്നോ? എത്ര തവണ പറഞ്ഞതാടാ നിന്നോട് ആ കൂട്ടം വിടാൻ? നീ കേട്ടില്ലല്ലോ. ഇപ്പൊ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. അമ്മ ഇതിനെ കേട്ടവനെ അമ്മേ, എന്താ അത് തല്ലല്ലേ, മാറ്. ഇവൻ നന്നായി കോളേജിൽ പോകുന്നുണ്ടല്ലോ എന്നോർത്ത് സന്തോഷിച്ചത്. ഇപ്പൊ വന്ന് പറയുന്നത് കേട്ടില്ലേ? എന്റെ അമ്മേ, അവൻ മുമ്പ്
ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയത്. ഇപ്പൊ അവൻ ആന്റണിയോട് കൂട്ടില്ല, നേരെ അവനെ കോളേജിൽ പോകുന്നുണ്ട്. അവൻ ഇനി തല്ലല്ലേ? ദാ ഇപ്പൊ നീ ദിവസം കോളേജിൽ പോകുന്നുണ്ടല്ലോ, പ്രിൻസിപ്പലിനോടൊന്ന് പറഞ്ഞു നോക്കാറുന്നില്ലേ? പറഞ്ഞു നോക്കി ചേച്ചി. ചേച്ചി കാല് പിടിച്ചു വരെ നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നില്ല ചേച്ചി. എക്സാം എഴുതാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നത്. എല്ലാം പോയി ചേച്ചി. മോനെ കരയില്ലടാ. ചേച്ചി എനിക്ക് വേണ്ടി അമ്മയും ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രതീക്ഷിച്ചു. ഞാനായിട്ട് എല്ലാം നശിപ്പിച്ചു. ഡാ കരയാതിരിക്കുക. ഇനി എനിക്ക് പഠിക്കാൻ കഴിയില്ല ചേച്ചി. അയ്യോ, ഇനി എന്താ വേണ്ടേ? നീ ഭാവി കൊണ്ട് തുടച്ചാണ്. അമ്മയൊന്നും മിണ്ടാതിരിക്കുക. മോനെ വേറെ വഴിയൊന്നും ഇല്ലേ? ഒരു വഴിയും കാണുന്നില്ല ചേച്ചി. പ്രിൻസിപ്പള് വളരെ സ്ട്രിക്റ്റാ. മുമ്പ് ഞാൻ കോളേജിൽ വരാത്തത് എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ ദേഷ്യം എന്നോട് കാണിക്കുന്നത്. ചേച്ചി ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയി. എന്റെ ലൈഫ് പോയി ചേച്ചി. അമ്മ ഒന്ന് ചേട്ടാ കരയാതിരിക്കുന്നേ. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. സച്ചിട്ട് എന്താ ചെയ്യാ? ചേർത്തെ ലൈഫ് പോയെന്നാ. എന്തിനാണ് ചെറിയ പിള്ളേരെ പോലെ കരയുന്നേ? വായിൽ നല്ല നീളമുള്ള നാക്കുണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ? അറിയാൻ കണ്ടില്ലേ? ലൈഫ് പോയത്രേ. എങ്ങോട്ടാണ് ലൈഫ് പോയത്? ബസ്സിൽ കയറി നാടോട്ട് പോയോ? എടാ നമ്മുടെ ലൈഫ് വേറെ ആരുടെയും കയ്യിലല്ല, നമ്മുടെ കയ്യിൽ തന്നെയാ. കണ്ണു തുറക്കടാ. കുടുംബത്തിൽ എല്ലാവരും നിന്റെ ചേച്ചി പോലെ തന്നെയാണോ? ചെറിയൊരു കാര്യം മതി കരയാൻ. എടാ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് എങ്ങനെ തരണം ചെയ്യാന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എടാ അല്ലാതെ ഇങ്ങനെ കരഞ്ഞിരിക്കല്ലേ വേണ്ടേ? കരഞ്ഞിരുന്നെല്ലാം ശരിയാവോ? ഒക്കെ നീ മുന്നേ ആലോചിക്കണമായിരുന്നു. എല്ലാവരും നിന്നോട് പറഞ്ഞല്ലേ? നീ കേട്ടില്ലല്ലോ, കോളേജിൽ പോകണവൻ പലിശ പിരിക്കാൻ പോവുക. സച്ചേട്ടാ ഇവൻ അതെല്ലാം തിരുത്തിയില്ലേ? അവൻ മാറിയില്ലേ? എത്ര മാറിയാലും ചെയ്തു പോയ തെറ്റിന്റെ ശിക്ഷ തേടി വരും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മോനെ? പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നല്ലേ പറയുന്നത്? അതിങ്ങനെ പറയവര്, ഇതൊരു ചെറിയ കാര്യമല്ല, ഒരാളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. എങ്ങനെയും പ്രശ്നം പരിഹരിച്ചേ പറ്റൂ. പ്രിൻസിപ്പൾ വിചാരിച്ചാൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അദ്ദേഹം സമ്മതിക്കില്ല. ഇത് നടക്കും തോന്നുന്നില്ല. എന്തുകൊണ്ട് നടക്കില്ല? നടക്കുമെന്ന് ചിന്തിക്കേ. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കാം. ഉറപ്പായിട്ടും നീ പരീക്ഷ എഴുതിയിരിക്കും. ഇല്ല സച്ചേട്ടാ, അദ്ദേഹം എന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. ഞാനല്ലേ പറയുന്നേ, നീ പരീക്ഷ എഴുതിയിരിക്കും. അതിന് വേണ്ടൊക്കെ ഞാൻ ചെയ്തോളാം. മനസ്സ് വെച്ച് എന്ത് നടക്കും? അദ്ദേഹത്തെ എപ്പോ പോയി കാണാൻ പറ്റും? ഇപ്പോ അദ്ദേഹം കോളേജിലുണ്ട്. ആ രവി നീ വാ. ശരത്തെ നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എന്തെങ്ങനെ നോക്കുന്ന? എന്ത് രസമല്ലേ? ഇതിനകത്ത് പഠിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കി കുഴി തീർക്കാം. പഠിക്കാൻ പറ്റാത്തതില് വിഷമമുണ്ടോ? പിന്നെ വിഷമില്ലായിരിക്കൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുധി അവന്റെ 7 ഡിഗ്രിയെ കുറിച്ച് പറയും. കോളേജിന്റെ വാതിൽ കാണാത്തവൻ, പഠിക്കാത്തവൻ എന്നൊക്കെ അവനെ കുത്തി പറയുമ്പോ, ഞാൻ നിന്നെക്കാളും ജീവിതം പഠിച്ചിട്ടുണ്ട്, മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ മറുപടി പറയും. പിന്നെ ഞാനതൊക്കെ പിടിച്ചേക്കാൻ വേണ്ടി പറയുന്നതാ. അതിനൊന്നും ഒരു കാര്യമില്ല. എനിക്കും കോളേജ് പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനു മുന്നേ പഠിത്തം നിർത്തി. പഠിച്ചിരുന്നെങ്കിലേ ശ്രുതിയെ വർഷം കാണുന്ന പോലെ തന്നെ സച്ചേന്റെ അമ്മ എന്നെയും കാണുമായിരുന്നു അല്ലെ? നീ പഠിക്കേണ്ട ആവശ്യമില്ല, നീ പണക്കാരി ആയാൽ മതി. നീ വലിയ വീട്ടിൽ നിന്ന് വന്നിരുന്നെങ്കിലേ അമ്മ നിന്നെ തലയിൽ വെച്ചോണ്ട് വന്നാൽ. പഠിപ്പില്ലാത്തോണ്ട് ഞാൻ പല സ്ഥലത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ വലിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയനെ, ഈ കാറൊക്കെ റിപ്പയർ ചെയ്യുന്ന. കാർ വിട്ടൊരു കളിയില്ല അല്ലെ? പിന്നല്ലാതെ അതിനോടാണല്ലോ ഏറ്റവും ഇഷ്ടം. നീ പഠിച്ചിരുന്നെങ്കിലേ വിപണിയിലെ വലിയ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയനെ. ഇവിടെ ഒന്നും കാണില്ല, എപ്പോഴും പുറത്തായിരിക്കും. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ശരത്ത് നമ്മളെ പോലെ ആവരുത്. അവൻ പഠിച്ച് വലിയ ആളാവണം. എങ്ങനെയെങ്കിലും അവൻ എക്സാം എഴുതിയേ പറ്റൂ. നീ വാ, പ്രിൻസിപ്പളെ കാണാം. ശരി സാർ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, എങ്ങോട്ട് പോകുന്ന? അത് പ്രിൻസിപ്പളിന്ന് കാണണം. നിങ്ങളോട് വന്നോളം പറഞ്ഞിരുന്നോ സാർ? അല്ല, അദ്ദേഹത്തിന്റെ മുറിയുടെ മുമ്പിൽ ചെന്ന് അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചാലേ വന്നോളാൻ അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. അതിന് മുമ്പേ നിങ്ങൾ പിടിച്ചിരുത്തിയില്ലേ? അദ്ദേഹത്തെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നോന്നാണ് ചോദിച്ചത്. അപ്പോയിന്റ്മെന്റ് നിർത്തില്ല. എങ്കിൽ പിന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ശരത്തിന്റെ ചേച്ചിയാ. ഏത് ശരത്ത്? ബികോമിന് പഠിക്കുന്ന ശരത്ത്. ലാസ്റ്റ് ഇയർ അവന് അറ്റൻഡൻസ് കുറവാ. പരീക്ഷ എഴുതാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. സർ എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതിയേ പറ്റൂ. പ്രിൻസിപ്പലിനെ കണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഇത്തരം കേസൊന്നും സാറിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, സമയമില്ല. എന്തോ ആവശ്യത്തിന് പുറത്തു പോകാനിരിക്കുക. കേസോ? ഉള്ളിലിരിക്കുന്ന പ്രിൻസിപ്പാളോ പോലീസോ? രണ്ടും ചേർന്ന ആളാണെന്ന് പറയാം. സർ ഒരു കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമല്ലേ? ഞങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇറങ്ങിക്കോളാം. ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരാം. ചോദിക്കാതെ നിങ്ങൾ അകത്തേക്ക് കയറിയ വഴക്ക് എനിക്ക് കിട്ടും. നിങ്ങൾ അങ്ങോട്ട് ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. പിന്നെ രേവതി, അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന ഉടനെ കരയ തുടങ്ങരുത്. അല്ല അങ്ങനെയാണല്ലോ എപ്പോഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, കാര്യം പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായിക്കോളും. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചോളാം. നീയേ മിണ്ടാതെ നിന്നാ മതി. ഇവിടെ ഇരിക്കാം. സാറേ എന്ത് പറഞ്ഞു? അദ്ദേഹം നല്ല ചൂടില്ല, കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ചെല്ല്. സർ അവന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാവുക. അവനല്ല ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ. സർ പ്ലീസ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ? ക്ലാസ്സിൽ കയറാത്ത കുട്ടികളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇത് പറയാനായിട്ട് നിങ്ങൾ അകത്തോട്ട് കയറിയാൽ നിങ്ങൾക്ക് നല്ല വഴക്ക് കിട്ടും, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സർ പ്ലീസ്. ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ പോകാൻ നോക്ക്. സാറ് വരുമ്പോ നിങ്ങളെ കണ്ട അത് മതി. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതിന് വഴക്ക് കേൾക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ അനിയന് പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. നാളെ വേണ്ടി വന്ന അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. അയ്യോ അതാ പറയുന്നത്. നിങ്ങൾ ചെല്ലാൻ നോക്ക്, പൊയ്ക്കോ. അദ്ദേഹത്തിന് കാണാൻ പോലും പറ്റില്ലല്ലോ. കണ്ടു സംസാരിച്ച എല്ലാം ശരിയാവുന്ന കരുതി. പിന്നെ ഞാൻ വരാൻ 2 മണി കഴിയും. മീറ്റിംഗിന് കാര്യം നടക്കണ്ട. ഞാൻ സംസാരിച്ചോട്ടെ, ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ? എന്നെ കൂടി വഴക്ക് കേൾപ്പിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? അദ്ദേഹം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല. അതെന്താ ഇങ്ങനെ? സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്ന് നോക്കുപോലും ചെയ്യാതെ പോയി. ഒരു കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. മനസ്സ് നന്നായിരിക്കണം. അകത്ത് ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുകൂടി വേണം. അദ്ദേഹം അങ്ങനെയാ, ഒരു മുരടന. എല്ലാവരോടും ദേഷ്യം. ഒരാളോട് പോലും സ്നേഹത്തോടെ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അദ്ദേഹം ഒരു പ്രിൻസിപ്പൽ അല്ലേ? കുട്ടികളുടെ കാര്യം പറയാൻ വരുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനില്ലേ? ഒന്ന് മുഖത്ത് പോലും നോക്കാതെ പോയ ഞങ്ങൾ എന്താ ഡൊണേഷൻ ചോദിക്കാൻ വന്നാണോ?
നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറും. അദ്ദേഹത്തെ പ്രസവിച്ച അമ്മയോട് പോലും കേർത്താ സംസാരിക്കുന്നു. നിങ്ങൾക്കെന്നോ വഴക്ക് കിട്ടില്ല, അത് ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അപ്പൊ ശരത്തിന് ഇനി പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലേ? ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് കെഞ്ചി കാല് പിടിച്ചിട്ടും കാര്യമില്ല. അദ്ദേഹം ഒരു തവണ എടുത്ത തീരുമാനം മാറ്റില്ല. ആര് പറഞ്ഞാലും മാറ്റമില്ല.